NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം PC ചാക്കോ രാജിവെച്ചിരിക്കുന്നു. രാജിക്കാര്യം ശരത് പവാറിനെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. പാർട്ടി പിളരും എന്ന സാഹചര്യത്തിലാണ് രാജി നീക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്. ആർ ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നേരത്തെ തന്നെ PC ചാക്കോയുടെ ഭാഗത്ത് ഒരു രാജി സന്നദ്ധത അല്ലെങ്കിൽ രാജി നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. മന്ത്രിമാറ്റ നീക്കം നടക്കാത്തതിലുള്ള അമർഷം, അതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുന്ന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് PC ചാക്കോ പറഞ്ഞിരിക്കുന്നു. പാർട്ടി പിളരാതിരിക്കാൻ വേണ്ടിയാണ് ഈ രാജി എന്നാണോ വിശദീകരിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? മന്ത്രിമാറ്റ നീക്കം നടക്കാത്തതിൽ നേരത്തെ തന്നെ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ അദ്ദേഹത്തിന്റെ അതൃപ്തി അറിയിച്ചിരുന്നതാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് ചാക്കോ നേതാക്കളോട് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. പാർട്ടിയുടെ മന്ത്രിയെ പാർട്ടിക്ക് തീരുമാനിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് PC ചാക്കോയെ ക്ഷുഭിതനാക്കിയ കാര്യം. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി മാത്രം തുടരാം എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതായും റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ആർ ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, നേരത്തെ തന്നെ മന്ത്രിമാറ്റ നീക്കങ്ങൾ നടക്കാത്തതിലുള്ള അമർഷം PC ചാക്കോയ്ക്കുണ്ടായിരുന്നു. പാർട്ടിയുടെ മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അധികാരം പോലും പാർട്ടിക്ക് കിട്ടാതിരിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി തീരുമാനം വന്നിരിക്കുകയാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, NCPയിൽ പാർട്ടി പിളരുമെന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം 24 അത് പുറത്തുവിട്ടതാണ്. പാർട്ടി NCP അധ്യക്ഷ സ്ഥാനത്ത് PC ചാക്കോയെ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന കർശന നിലപാടിലേക്ക് AK ശശീന്ദ്രൻ വിഭാഗം എത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി PC ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ജനറൽ ബോഡി വിളിക്കണമെന്ന ആവശ്യം ശശീന്ദ്രൻ ചാക്കോയോട് ഉന്നയിച്ചിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ച് വെള്ളിയാഴ്ച AK ശശീന്ദ്രനും തോമസ് കെ തോമസ് MLAയും സംയുക്തമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ കാണാനിരിക്കുകയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് NCPയുടെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ബ്ലോക്ക് അഥവാ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 3 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വീതം ഏതാണ്ട് 500-ൽ പരം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് NCPക്കുള്ളത്. ഇതിൽ ഭൂരിപക്ഷവും ചാക്കോയ്ക്ക് എതിരാണെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇപ്പോൾ രാജ്യസന്നദ്ധത ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹം 2 പദവികൾ NCPയിൽ കൈയാളുന്നുണ്ട്. ഒന്ന് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവിയും മറ്റൊന്ന് സംസ്ഥാന അധ്യക്ഷ പദവിയും. ഈ 2 പദവികൾ കൂടി അദ്ദേഹം വഹിക്കുന്നതിനുള്ള എതിർപ്പും പാർട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ 2 പദവികളും കഴിഞ്ഞ് കുറേ കാലമായി കൈവച്ച് പോരുകയായിരുന്നു. എന്നാൽ ഈ മന്ത്രിസ്ഥാന നീക്കത്തിൽ തനിക്കെതിരെ ബ്ലാക്ക് മെയിലിംഗ് അടക്കമുള്ള തന്ത്രങ്ങൾ പയറ്റിയ PC ചാക്കോയെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കർശന നിലപാട് AK ശശീന്ദ്രൻ എടുത്തു. ശശീന്ദ്രൻ്റെ വസതിയിൽ കഴിഞ്ഞ ആഴ്ച ഗ്രൂപ്പ് യോഗം, ശശീന്ദ്രൻ അനുകൂലികളുടെ ഗ്രൂപ്പ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൻ്റെ തീരുമാന പ്രകാരമാണ് ഒപ്പുശേഖരണം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒപ്പുശേഖരണം ആരംഭിച്ചത്. ഈ ഒപ്പുശേഖരണത്തിൽ ഭൂരിപക്ഷ അംഗങ്ങളും ശശീന്ദ്രനൊപ്പമാണ് എന്ന് മനസ്സിലാക്കിയതോടെയാണ് PC ചാക്കോ രാജിവെച്ചത്. രാജിയില്ലെങ്കിൽ കേരളത്തിലെ NCP ഘടകം പിളരുമെന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കിയാണ് ചാക്കോയുടെ തന്ത്രപരമായ രാജിപ്രഖ്യാപനമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ രാജി വാർത്തയെക്കുറിച്ച് തനിക്ക് മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് AK ശശീന്ദ്രൻ്റെ പ്രതികരണം. ചാക്കോയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭിച്ചിട്ടില്ല എന്നും ശശീന്ദ്രൻ പറയുന്നു. ചാക്കോ ഒരുപക്ഷെ ഡൽഹിയിലായിരിക്കണമെന്നാണ് NCP വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശ്രീജിത്ത്, ഈ മന്ത്രിമാറ്റം എന്ന ആവശ്യം ചാക്കോ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് അനുകൂലമായ ഒരു സമീപനം കേന്ദ്ര നേതൃത്വം എടുത്തിരുന്നു. മന്ത്രിമാറ്റം ആകാമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് PC ചാക്കോയുടെ ഒരു ശബ്ദ സന്ദേശം വിവാദമായി പുറത്തു വരികയും ചെയ്തു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ നേരെ നോക്കി, നെഞ്ചത്ത് നോക്കി ചോദിക്കുമായിരുന്നു എന്ന് പറയുന്ന ആ ശബ്ദ സന്ദേശം പുറത്തു വന്നു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിഭാഗവും തനിക്കെതിരെ നിൽക്കുന്നു എന്ന ബോധ്യത്തിലാണോ PC ചാക്കോയുടെ രാജി? അങ്ങനെ രാജിവെക്കാതെ തുടരുന്ന സാഹചര്യത്തിൽ പാർട്ടി പിളർപ്പിലേക്ക് പോകും എന്ന ഒരു ഘട്ടത്തിൽ അനിവാര്യമായ ഒന്നായി PC ചാക്കോയുടെ രാജി മാറുകയാണോ? അതല്ല, കേന്ദ്ര നേതൃത്വത്തിന് പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ പറ്റാത്തത്രയും വഷളായി കഴിഞ്ഞു സംസ്ഥാന ഘടകത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ അവസ്ഥ? ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പാർട്ടിയിൽ അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങുന്നത്. മാത്രമല്ല, അദ്ദേഹം സ്ഥാനത്ത് തുടരാനാണ് തീരുമാനമെങ്കിൽ, അത് ദേശീയ നേതൃത്വത്തിന് പിന്തുണയോടുകൂടി തുടരാനാണ് തീരുമാനമെങ്കിൽ പോലും കേരളത്തിലെ NCP ഘടകം പിളരും എന്ന ഒരു ഘട്ടമുണ്ട്. അതിനുള്ള കോപ്പുകൂട്ടൽ ശശീന്ദ്രൻ പക്ഷം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ഒരു ഒപ്പുശേഖരണം നടത്തുന്നത്. ഈ ഒപ്പുശേഖരണം അടങ്ങുന്ന ഒരു കത്താണ് ദേശീയ അധ്യക്ഷൻ
ശരത് പവാറിന് നൽകാനായി ഈ ശശീന്ദ്രൻ പക്ഷം ആലോചിക്കുന്നത്. ഈ കത്തുമായി ശശീന്ദ്രൻ പക്ഷം വെള്ളിയാഴ്ച ശരത് പവാറിനെ കാണാനായി ഡൽഹിക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി PC ചാക്കോ ഒരു അനുനയ ശ്രമം നടത്തിയിരുന്നു. കഴിഞ്ഞ ഗ്രൂപ്പ് യോഗത്തിന് തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം ശശീന്ദ്രൻ്റെ ഔദ്യോഗിക വസതിയിൽ ഗ്രൂപ്പ് യോഗം നടന്നിരുന്നു. ഇതിൻ്റെ പിന്നാലെ ചാക്കോ അനുകൂല നേതാക്കളായ PM സുരേഷ് ബാബു, ലതിക സുഭാഷ്, അതോടൊപ്പം തന്നെ KR രാജൻ, ജനറൽ സെക്രട്ടറി KR രാജൻ എന്നിവർ ശശീന്ദ്രനെ പോയി കണ്ട് ഒരു അനുനയ നീക്കം നടത്തിയിരുന്നു. അതായത് പാർട്ടിയിൽ ഇനി മന്ത്രിമാറ്റം ഇനി ഉന്നയിക്കില്ല, മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് യോജിപ്പോടുകൂടി മുന്നോട്ട് പോകാമെന്ന ചാക്കോയുടെ സന്ദേശമാണ് ഈ 3 പേരും ശശീന്ദ്രനെ അറിയിച്ചത്. എന്നാൽ ചാക്കോയുമായി ഇനി ഒരു അനുനയത്തിനില്ല എന്ന കാര്യം AK ശശീന്ദ്രൻ ഈ സമാധാന ദൂതുമായി വന്നവരെ അറിയിക്കുകയായിരുന്നു. അതോടുകൂടിയാണ് NCPയിലെ നില ആകെ താളം തെറ്റിയത്. ആ താളം തെറ്റലിനൊടുവിലാണ് ഒപ്പുശേഖരണമായി നീങ്ങിയത്. ഇതോടുകൂടി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല AK ശശീന്ദ്രനൊപ്പമാണ് CPMൻ്റെ പിന്തുണ, മുഖ്യമന്ത്രിയുടെ പിന്തുണ എന്നുകൂടി ചാക്കോ തിരിച്ചറിയുന്നു. ഇതിനിടെ CPM നേതൃത്വത്തിന് പൂർണ്ണമായും LDF പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്നൊരു കത്തുമൊക്കെ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ഫലവത്താകുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ചാക്കോയുടെ സ്ഥാനത്യാഗം.